+2 ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനെ ഇന്നും മികച്ച കരിയറിനായി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. നമ്മളൊരു കോഴ്സ് പഠിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ജോബ് ഓറിയൻറ്റഡ് പ്രോഗ്രാം ആവുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് നെക്സ്റ്റ് 1 ഇയർ 2 ഇയർ മാത്രമല്ല, അടുത്ത 5 വർഷമായിക്കോട്ടെ 10 വർഷമായിക്കോട്ടെ ഈ മേഖലയിൽ എത്രമാത്രം വളർച്ചയുണ്ട്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് സെക്യൂർ ആണോ എന്ന കാര്യങ്ങൾ കൂടി എൻഷുർ ചെയ്യേണ്ടതാണ്. ലോജിസ്റ്റിക്സിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഗ്രോത്ത് 9.4% തൊട്ട് 24% വരെയാണ് ഗ്രോത്ത് വരുന്നത്. അതും 2030 ആവുന്ന സമയത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറമെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതിനുള്ള ഗ്രോത്ത് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഗ്രോത്ത് സെക്യൂരിറ്റി നോക്കിയിട്ട് വേണം നമ്മുടെ കരിയർ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോഴും നമ്മൾ എല്ലാ വാർത്തയിലും കാണുന്ന ഒരുപാട് അപ്ഡേറ്റുകളുണ്ട്. എസ്പെഷ്യലി എയർപോർട്ട് ഇൻഡസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, സൗദി ആയിക്കോട്ടെ ദുബായ് ആയിക്കോട്ടെ ഒരുപാട് വളർച്ചയിലേക്കാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി, ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി, ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ഇൻഡസ്ട്രി, ഇങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയിലും ഗ്രോത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ +2 ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനെ ശരിയായി ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അതിൽ തന്നെ പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ AI കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഓപ്ഷൻസിലേക്കാണ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ സപ്ലൈ ചെയിൻ എജലിറ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്കി വരുന്ന ഗ്രീൻ ലോജിസ്റ്റിക്സ് കാര്യങ്ങളായിക്കോട്ടെ, അതുപോലെ ഓട്ടോമേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ആ ഇൻഡസ്ട്രീനെ ഗ്രോത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളർച്ചയുള്ള ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ മികച്ചൊരു കരിയർ നേടണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് ഒന്നാമതായി ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന കോഴ്സിൻ്റെ സിലബസ്. കാരണം ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഇന്ന് പല കുട്ടികളും നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ഡ്യൂറേഷനിലെ കുറഞ്ഞ ഒരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അറിവ് മാത്രം നേടുക എന്ന് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ കാലത്തിന് ആവശ്യമായത് അനുസരിച്ചുള്ള അറിവ് നേടിയാൽ മാത്രമേ എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ ഏതൊരു കമ്പനിയും ജോലി തരാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കോഴ്സിൻ്റെ സിലബസ് എന്നുള്ളത് ഇന്നത്തെ കാലത്തെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ കാര്യങ്ങളാണോ പഠിക്കുന്നതെന്ന് വ്യക്തമായി നോക്കണം. അവിടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ മാത്രം നോക്കിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. കാരണം എല്ലാവർക്കും ലോജിസ്റ്റിക്സ് പഠിച്ചാൽ ജോലി കിട്ടും, ശരിയായ കാര്യമാണ്. പക്ഷേ ലോജിസ്റ്റിക്സ് എങ്ങനെ പഠിക്കുന്നു, എത്രമാത്രം അറിവ് നേടുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. രണ്ടാമത് നോക്കേണ്ടത് കാര്യമെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷനാണ്. കാരണം വേറെ ഒന്നും കണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി പോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീജിയനിൽ മാത്രമല്ല ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി ഉള്ളത്. ലോകത്തിലെ എല്ലാ റീജിയനിലും ഇതിന് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനിനി നെക്സ്റ്റ് 2 ഇയേഴ്സ് 3 ഇയേഴ്സ് എവിടെയാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലോകത്തിലെ എവിടെ പോയാലും എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ പ്രൊഫൈലിന്, എൻ്റെ റെസ്യൂമിന് വേണ്ടത്ര വാല്യൂ ലഭിക്കണമെങ്കിൽ ആ പഠിച്ച സർട്ടിഫിക്കേഷൻസ് ഇൻ്റർനാഷണലി വാല്യൂ ഉള്ളതായിരിക്കണം. അത് ഏറ്റവും കൂടുതൽ എൻഷുർ ചെയ്യുക. കാരണം വേറെ ഒന്നും കണ്ടല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇന്ത്യക്ക് പുറമേ പോയി സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കോഴ്സ് പഠിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന കോഴ്സ് ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഇന്ത്യയിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് അവർക്ക് സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ ആണ് ഇമ്പോർട്ടൻ്റ് ആയി നോക്കുക. അവിടെയാണ് ഇഗ്നൈസ് സ്കിൽ അക്കാദമിയുടെ പ്രത്യേകത വരുന്നത്. കാരണം ലോജിസ്റ്റിക്സ് കോഴ്സ് ഒരുപാട് ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഇന്ത്യയിലെ എല്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലും രജിസ്റ്റർ ചെയ്യാവുന്നതും, എബ്രോഡ് പോവുകയാണെങ്കിൽ ഓൺലൈൻ വെരിഫിക്കേഷനും എംബസി അറ്റസ്റ്റേഷനും സാധ്യമാകുന്ന ഇൻ്റർനാഷണലി വാലിഡ് ആയ സർട്ടിഫിക്കറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് പുറത്തു പോയി പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്കിന്ന് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനിൽ ലോജിസ്റ്റിക്സ് പ്രോഗ്രാം പഠിക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വ്യക്തമായി നിങ്ങൾ കോഴ്സിൻ്റെ ഡ്യൂറേഷനോ ഫീസോ മാത്രം നോക്കാതെ പഠിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഏറ്റവും വലിയ അസറ്റാണ് എൻ്റെ സർട്ടിഫിക്കേഷൻസും എൻ്റെ വിദ്യാഭ്യാസവും, ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കരിയർ കൊണ്ടുപോകാനായിട്ട്.
മൂന്നാമത് നിങ്ങൾ നോക്കേണ്ട കാര്യം വ്യക്തമായ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്. കാരണം ഇന്ന് ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ +2 അല്ലെങ്കിൽ ഡിഗ്രി തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും, ഓരോ അക്കാഡമിക് ഇയറും ലക്ഷക്കണക്കിന് കുട്ടികളാണ് പഠിച്ചിറങ്ങി വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായ ഞാൻ നിൽക്കണമെങ്കിൽ എനിക്ക് അതിനാവശ്യമായ സ്കിൽ സെറ്റുകൾ ആവശ്യമാണ്. അപ്പോൾ ആ സ്കിൽ സെറ്റുകൾ എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് സ്പെഷ്യലി മികച്ച പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് എടുത്തിട്ട് വേണം നിങ്ങളിത് പോകാനായിട്ട്. ഞാൻ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത്, ഒരു കമ്പനിയും എനിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ ചുമ്മാ ജോലി തരാൻ പോകുന്നില്ല. ആ ജോലി നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനാവശ്യമായ സ്കിൽ സെറ്റുകൾ നമുക്കുണ്ടോ എന്ന് എൻഷുർ ചെയ്യണം. ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, കൂടാതെ ഇൻ്റർനാഷണലി വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസിലാണ് ഇന്ന് ഓരോ കുട്ടികളും ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കോഴ്സ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നേടി മികച്ചതായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ മികച്ചൊരു കരിയർ സ്വന്തമാക്കാനായിട്ടാവണം നിങ്ങൾ പരിശ്രമിക്കേണ്ടത്.